ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു ഹൈലി ന്യൂട്രീഷ്യസ് ആയ ഒരു ലഡ്ഡുണ് തയ്യാറാക്കാൻ പോണത്. ഇത് എള്ളാണ്, കറുത്ത എള്ള്. ഇത് ഞാൻ കഴുകി ഉണക്കി വെച്ചതാണ്. അപ്പോൾ ഇത് നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം. കുറച്ച് നെയ്യ് ഇടുന്നുണ്ട്. ഒരു സ്പൂൺ നെയ്യ് ഇട്ടിട്ടുണ്ട്. അതൊന്ന് ചൂടാകുമ്പോൾ എള്ളിട്ടിട്ടൊന്ന് വറുത്തെടുക്കാം. കൂടുതൽ വറവാവണ്ട, എന്നാൽ അതിൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് പോകണം. കരിയാൻ പാടില്ല കേട്ടോ. നെയ്യ് ഒരുക്കിയതിന് ശേഷം ഗ്യാസ് ഒന്ന് സിമ്മിൽ വയ്ക്കുക. ഇട്ടുള്ളത് 200 ഗ്രാം എള്ളാണ്. അതിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് നാളികേരം വേണം. ഞാൻ ഒരു മുറി നാളികേരമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ കൂടെ ഞാനൊരു 6 ഏലക്കായും പിന്നെ ഒരു ടീസ്പൂൺ ജീരകവും കൂടെ ഒന്ന് ചതച്ച് വെച്ചതിനത്. കൊപ്രയായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ചതച്ചത്. അത് ചതച്ചില്ലെങ്കിലും കുഴപ്പമില്ല. എനിക്ക് പിന്നെ കൊപ്രയ കാരണം അത് ചതയ്ക്കേണ്ട വരുമല്ലോ, ചെരുകാൻ പറ്റില്ലല്ലോ അത്. അപ്പോൾ എള്ളിൻ്റെ ഗുണങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയുമെന്ന് വിചാരിക്കുന്നു. നല്ല ഗുണമുള്ളൊരു സാധനമാണ്, എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്നതാണ്. പണ്ടുള്ളവർ പറയാറുണ്ട് എള്ള് കഴിച്ചാൽ ഇളതാവുന്നു. ഇത് ഹാർട്ട് ഹെൽത്തിന് നല്ലതാണ്, പിന്നെ ബോൺ ഹെൽത്തിന് നല്ലതാണ്, നല്ല ഡൈജഷൻ ഉണ്ടാവും, പിന്നെ മുടിക്ക് നല്ലതാണ്, ആൻറ്റി ഓക്സിഡൻ്റാണ്. ഇതിൽ കാൽസ്യവും മാഗ്നീഷ്യവും അടങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ സ്ട്രെസ് എല്ലാം റെഡ്യൂസ് ചെയ്യും. അത് കുറേ ഗുണങ്ങളുള്ളതാണത്. പിന്നെ ബ്ലഡ് ഷുഗർ റെഗുലേറ്റ് ചെയ്യും. അപ്പോൾ ഒന്ന് ചൂടായിട്ടുണ്ട്, ഇത്ര മതി. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് എടുക്കാം. ചെറുതായിട്ട് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്, കൂടുതൽ കരിയണം. ഇത് നമുക്ക് പ്ലേറ്റിലേക്ക് എടുക്കാം. പിന്നെ എനിക്കൊരു 100 ഗ്രാം 125 ഗ്രാം ഉണ്ടാവും. ഞാൻ ശർക്കര ഉരുക്കിയിട്ടുണ്ട്. അത് ഇതിൽ തന്നെ ഇടാം. ഈ ചീനച്ചട്ടിയിൽ തന്നെ ഒഴിക്കാം. ആ ഗ്യാസ് ഓഫ് ചെയ്യാൻ ഞാൻ അടുത്തേക്ക് വയ്ക്കാം. കുറച്ച് ഉരുക്കി വെച്ച ശർക്കരയാണ്. ഇതിൽ നല്ല ക്ലീൻ ശർക്കരയാണ്. കഴുക്കുള്ളതെങ്കിൽ നിങ്ങൾ അരിച്ചിട്ട് ഒഴിക്കേണ്ടി വരും. ഇതിൽ നാളികേരം ഇടാം. ഒന്ന് ചൂടാകുമ്പോൾ ഉടനെ ചൂട് വരുന്നു. ഞങ്ങൾ ആദ്യം ഉരുക്കി വെച്ചതൊന്നും ചൂടാക്കുന്നുണ്ടാവും. നാളികേരം അതിലിടുക. അതിനുശേഷം നമ്മൾ ഈ ചൂടാക്കി വെച്ച എള്ള് ഇതിലിട്ടിട്ട് മിക്സാക്കും. നമുക്കൊന്ന് ചൂടാറുമ്പോഴൊന്ന് ഉരുട്ടിയെടുത്താൽ മതി. ഗ്യാസ് ഓഫ് ചെയ്യുന്നുണ്ട്. ഞാൻ ചൂടായതിനു ശേഷം നമുക്ക് ഉരുട്ടിയെടുക്കാം. ഇതൊന്ന് ഡ്രൈ ആയിട്ടുണ്ട് കുറച്ച്, പക്ഷെ അധികം ചൂടാറുന്നതിന് മുന്നേ ഉരുട്ടണമല്ലേ, പിന്നെ അത് ഉരുളാൻ ബുദ്ധിമുട്ടാവും. പിന്നെ നമ്മൾ ശർക്കരയും കുറച്ചല്ലേ ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പോൾ ശർക്കര കുറച്ചൊന്ന് താലിയാക്കിയിട്ട്, അതായത് ആ വെള്ളമൊക്കെ വറ്റി ഒരു പത വരണ വരെ ഇങ്ങനെ വെക്കണം. അത് കഴിഞ്ഞിട്ട് വേണം എള്ളിടാനായിട്ട്. എള്ളല്ല, ആദ്യം നാളികേരം ഇടുക, അതിന് ശേഷം എള്ളിടുക. നാളികേരത്തിൽ വെള്ളം ഉണ്ടെങ്കിൽ അതും ഒന്ന് വറ്റണ വരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരുന്നുണ്ടാവും. ഇങ്ങനെ എല്ലാം ഉരുട്ടിയെടുക്കുക. പിന്നെ ശർക്കരയിലും കുറേ അയണും എല്ലാം ഉള്ളതാണ്. അപ്പോൾ എല്ലാവർക്കും പറ്റിയ നല്ലൊരു ഭക്ഷണമാണ്. പക്ഷെ നല്ലതെന്ന് വിചാരിച്ചിട്ട് കുറേ അങ്ങനെ വാരി വലിച്ച് തിന്നേണ്ട കാര്യമില്ല. ഒരു ദിവസം ഒരെണ്ണം കഴിച്ചാൽ മതി.
ഇങ്ങനെ എല്ലാം ഉരുട്ടിയെടുക്കുക. ഇതെല്ലാം ഉരുട്ടി കഴിഞ്ഞു. ഇത് ഞങ്ങൾ ശർക്കര കുറച്ചിട്ട കാരണേ കുറച്ച് ഉരുളാൻ കുറച്ച് ബുദ്ധിമുട്ട്, കുറച്ച് സമയമെടുത്തു. അപ്പോൾ നിങ്ങൾക്ക് ഉരുട്ടി തന്നെ കഴിക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ശർക്കര കൂട്ടിയിടേണ്ട വരും. ഞാൻ പിന്നെ മധുരം കൂടുതൽ എല്ലാവരും കുറവല്ലേ കഴിക്കണുള്ളൂ, അതുകൊണ്ടാണ് അത്രയാക്കിയത്. ഒരു 200 വേണ്ടി വരും ഇങ്ങനെ ഉരുട്ടിയെടുക്കണമെങ്കിൽ. പിന്നെ ഇത് ഉരുട്ടണം എന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഞാൻ പിന്നെ ലഡു എള്ളിൻ്റെ ഉണ്ടാന്ന് കാണിക്കുമ്പോൾ എന്തായാലും ഉണ്ടേക്ക് തന്നെ കാണിക്കണ്ടേ, അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഉരുട്ടാൻ തന്നത്. ഞങ്ങളിങ്ങനെ ഉലർത്തിയെടുത്തിട്ട് സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾ കണ്ടല്ലോ, അപ്പോൾ പിന്നെ കുറച്ച് ശർക്കര മതി. ഞങ്ങളൊരു 100 കുറവൊക്കെ ഇടാറുള്ള, 200. പിന്നെ നാളികേരം അതൊക്കെ അത്ര തന്നെ ഇടും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഉലർത്തിയെടുത്തിട്ട് ചൂടാറുമ്പോൾ നമ്മൾ ഏതെങ്കിലും സ്റ്റീൽ ഡബ്ബയിലോ ഏതിലെങ്കിലും ഇട്ട് വെച്ചാൽ മതി. എന്നിട്ട് ഒരേ സ്പൂൺ എടുത്തിട്ട് കഴിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾ എല്ലാവരും തയ്യാറാക്കി നോക്ക്. ലഡ്ഡു നല്ല സ്വാദിഷ്ടമായ ലഡ്ഡുണ്. പിന്നെ കടകളിലൊക്കെ കിട്ടും. അപ്പോൾ നിങ്ങൾ വിചാരിക്കുക കടയിൽ കിട്ടുന്നുണ്ടല്ലോ എള്ളുണ്ടാവും. പക്ഷേ ആ എള്ളുണ്ടയും ഇതും തമ്മിൽ എന്താ പറയുക, അജഗജാന്തരം വ്യത്യാസമുണ്ട് എന്ന് പറഞ്ഞ പോലെ ഇത് ഭയങ്കര ടേസ്റ്റാണ് ഈ ഉണ്ട. അവർ വെറുതെ ശർക്കരയും നല്ലത് ഇടില്ല, നാളികേരം ഇടില്ല, നെയ്യ് ഇടില്ല, എങ്ങനെയാണ് ഉണ്ടാക്കണമെന്നറിയില്ല, കല്ലും മണ്ണൊക്കെ ഉണ്ടാവും. ഞങ്ങളൊരു പ്രാവശ്യം വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൽ ഇങ്ങനെ കടിച്ചപ്പോൾ കല്ല് കണ്ടു, അതുകൊണ്ട് പിന്നെ ഞങ്ങളത് വേണ്ടാന്ന് വെച്ചിട്ട് പിന്നെ വീട്ടിലുണ്ടാക്കാൻ തുടങ്ങി. അപ്പോൾ നിങ്ങളും എല്ലാവരും തയ്യാറാക്കി നോക്ക്. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് എല്ലാം ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്താം. താങ്ക് യു.